കോട്ടയത്ത് പരസ്പരം വെല്ലുവിളിച്ച LDF ഘടകകക്ഷികളായ CPIയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും യുവജന സംഘടനകൾ ഇരു പാർട്ടികളുടെയും കരുത്തിനെ ചൊല്ലിയാണ് AYFന്റെയും യൂത്ത് ഫ്രണ്ട് എമ്മിന്റെയും വാക്പോര്. മുന്നണിയിലെ രണ്ടാമൻ ആരെന്നതിനെ ചൊല്ലി കോട്ടയത്ത് CPIയും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ ശീതസമരം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസത്തെ നേതൃക്യാമ്പിൽ കേരള കോൺഗ്രസ് എമ്മിനെ CPI വിമർശിച്ചത്. ഇതോടെയാണ് വിഷയം യുവജന സംഘടനകളും ഏറ്റെടുത്തത്. CPI കടലാസുപുലി പോലുമല്ലെന്നും പ്രസ്താവന കൊണ്ട് മാത്രം ജീവിക്കുന്ന പാർട്ടിയാണെന്നുമാണ് യൂത്ത് ഫ്രണ്ട് വിമർശനം. CPIയുടെ ഏത് മീറ്റിംഗ് കഴിഞ്ഞാലും കേരള കോൺഗ്രസിന് രണ്ട് പറയുക എന്നുള്ളത് അവരുടെ അജണ്ട ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം യൂത്ത് ഫണ്ട് ഒന്ന് പ്രതികരിച്ചത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ് എം എന്ന് AYFന്റെ തിരിച്ചടി. ജീവൻ ലഭിച്ചത് കാനൻ രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണനും നടത്തിയ ചർച്ച വഴിയാണെന്നും AYF നേതൃത്വം. സഖാവ് കാനൻ രാജേന്ദ്രനുമായും CPIയുമായും ആലോചിച്ചെടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായത്. CPI വേണ്ട എന്ന് പറയുമായിരുന്നെങ്കിൽ CPM എടുക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അത്ര തരത്തിലുള്ള CPM-CPI ബന്ധം അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള ഒരു വലിയ ബന്ധം നിൽക്കുന്ന കാലത്ത് ഇതുപോലെയുള്ള പ്രസ്താവനകൾ അനവസരത്തിൽ അനുചിതമാണ്. യുവജന സംഘടനകൾ തമ്മിലുള്ള പോരിന് പിന്നിൽ മുതിർന്ന നേതാക്കളുമുണ്ടെന്നാണ് വിവരം. വരും ദിവസങ്ങളിൽ പ്രശ്നം കൂടുതൽ വഷളാകുമെന്നാണ് സൂചന. 24 കോട്ടയം.